നമസ്കാരം. 2025 വിഷു സംക്രമ ഫലങ്ങൾ 27 നക്ഷത്രക്കാരെയും സാമാന്യമായി എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഏപ്രിൽ 14 വിഷു വരുന്നത്. വിഷു സംക്രമം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രപ്രകാരമുള്ള ന്യൂ ഇയർ ആണ്. സൂര്യൻ്റെ പരിക്രമണം മേടം 1 തീയതി മുതൽ എപ്രകാരം പുതുമയുള്ള ഫലങ്ങളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് വിഷു ഫലങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വിഷുവത് സംക്രമം പ്രകൃതിയിൽ സൃഷ്ടിക്കുന്ന വിവിധ പരിണാമങ്ങൾ, ഓരോ ഗ്രഹങ്ങളുടെയും ചലനഗതിയിൽ സൃഷ്ടിക്കുന്ന സ്വാധീനങ്ങൾ, ഇവയെല്ലാം സൂര്യൻ്റെ സഞ്ചാരപാതയിൽ വരുന്ന രാശികളെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഓരോ രാശികളിലും വന്നു ഭവിക്കുന്ന നക്ഷത്രമേഖലകളെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്നെല്ലാം വിശദമായി ചിന്തിച്ചാണ് വിഷു സംക്രമ ഫലങ്ങൾ നമ്മൾ നിഗമനം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും അതെങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അശ്വതി നാളുകാർക്ക് 2025 വിഷു സംക്രമം സൃഷ്ടിക്കുന്ന ഫലങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും. കഴിഞ്ഞ മേടം ആരംഭം മുതൽ ഈ 2025 മീനം സമാപിക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന സാമാന്യ ഗ്രഹനിലയിൽ നിന്നും കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് കൂടുതൽ അനുകൂലമായ പരിണാമമുണ്ടാകും. ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഉപരിപഠന കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നിലയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നതായിട്ട് കാണാം. പുതിയ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. IT മേഖലയിലും ബിസിനസ് മേഖലയിലുമൊക്കെയായി വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും തങ്ങളുടെ കർമ്മരംഗത്ത് ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ വരുമാനത്തിൽ വർധനവ് അനുഭവപ്പെടുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയ വാസസ്ഥാനം, നല്ല വാഹന സൗകര്യം തുടങ്ങി എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും അനുഭവപ്പെടുന്നതാണ്. സംഭാഷണങ്ങളിൽ മിതത്വവും കരുതലും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും ചില പ്രതികൂല സന്ദർഭങ്ങൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകണം. ഈ വിഷു സംക്രമത്തോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ജീവിതത്തിൽ
സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകാവുന്ന സാഹചര്യം നിങ്ങൾക്ക് അനുഭവപ്പെടാനിടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സൂര്യരാശി ചിന്ത ചെയ്ത് സമഗ്രമായ രാശി ചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്നതായാൽ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ അവസരമുണ്ടാകും. ഭരണി നാളുകാർക്ക് ഈ വിഷു സംക്രമത്തിൻ്റെ ഫലമായിട്ട് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അധികം വൈകാതെ സാധിക്കും. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതാണ്. സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ജീവിതത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി പല തൊഴിലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ജാഗ്രത കാണിക്കണം. നിങ്ങളുടെ തൊഴിൽ രംഗം ശരിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് കൂടുതൽ ശ്രദ്ധാപൂർവമുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധ കൂടുതലായി നൽകേണ്ടതാണ്. നിങ്ങളുടെ അശ്രദ്ധ കാരണം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ചില പോരായ്മകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അത് ശ്രദ്ധിക്കണം. കുടുംബപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കുക. സംഭാഷണങ്ങളിൽ വേണ്ടത്ര ആത്മനിയന്ത്രണം, മിതത്വം ഇതൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് മുമ്പോട്ട് പോവുക. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതെ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് വളരെ കരുതലെടുക്കുക. നിങ്ങളുടെ ബിസിനസ്സിലെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അവിചാരിതമായി ശാരീരിക അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം പൊതുവെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ രാശി ചിന്ത ചെയ്ത് ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അത് ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഈ വിഷു സംക്രമത്തിന് ശേഷം കൈവരിക്കാൻ കഴിയും. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമത്തിന് ശേഷം പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കർമ്മരംഗത്ത് കൂടുതൽ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. നിങ്ങളുടെ വിവിധ പരിശ്രമങ്ങളുടെ ഫലമായിട്ട് സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും. കൃത്യമായ കണക്കുകൂട്ടലുകളുടെ ഫലമായിട്ട് ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമൊരുങ്ങുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് വരുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ അവസരമുണ്ടാകും. ഉപരിപഠനത്തിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികമായിട്ട് വളരെ
അപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാവുന്ന കാലഘട്ടമാണ് വരുന്നത്. ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് വലിയ ഉയർച്ചയും പുരോഗതിയും നേടിയെടുക്കാൻ അവസരം കിട്ടും. നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും നിങ്ങളുടെ കസ്റ്റമർമാരുമായി ഊഷ്മളമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും തികച്ചും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും അത് വിജയിപ്പിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ചെയ്യുന്നതിനൊക്കെ സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമുണ്ടാകും. ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിവാഹാലോചനകളിൽ ഈ വർഷം ആരംഭം തന്നെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ സന്തോഷവും പുരോഗതിയും കൈവരിക്കാൻ കഴിയും. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ വിഷു സംക്രമത്തിലൂടെ വരുന്നത്. വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ച നേടുവാനും സാധിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമ ഫലം വളരെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ഉയർച്ച, പുരോഗതി, സാമ്പത്തിക നേട്ടങ്ങൾ, കാര്യ വിജയങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് കൈവരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അതിനുള്ള അവസരം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ലഭിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുക. IT അതുപോലെ ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ കാലഘട്ടം വളരെ ഗുണം ചെയ്യും. നിങ്ങൾക്ക് ജോലിയിൽ ക്രമാനുഗതമായ ഉയർച്ച, സ്ഥാനക്കയറ്റം, സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുക, ശമ്പള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വർധനവ്, നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ലഭ്യമായി തീരുക, പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥാനം ലഭിക്കുക തുടങ്ങി ഒട്ടേറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മരംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്താനും സാധിക്കും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അത് വിജയത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവസരം ഉണ്ടാകുന്നതാണ്. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സഫലമായി തീരുവാനുള്ള സാധ്യതയും നിങ്ങൾക്ക് കാണുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ശനിയും വ്യാഴവുമൊക്കെ അനുകൂലമായി വരാൻ പോകുന്നതായ പുതിയ കാലഘട്ടത്തിങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന അവസ്ഥ വരികയാണ്. പുതിയ വസ്തു വാഹനാദികൾ വാങ്ങുന്നതിനും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിനും ഈ അവസരത്തിൽ സാധിക്കും. വലിയ നേതൃത്വ നിരയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജീവിതത്തിൽ ദീർഘകാലമായി കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളും നിറവേറുന്നതിന് താന്ത്രിക ലക്ഷ്മിയായ വാരാഹി ദേവിയുടെ പൂജാനുഷ്ഠാന വിധികൾ ശരിയായ വിധിപ്രകാരം നടത്തുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും.
വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുക. എല്ലാ വിജയവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. മകയിരം നാളുകാർക്ക് വിഷുസംക്രമ ഫലങ്ങൾ വളരെ അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. സ്വന്തം കർമ്മരംഗം കൂടുതൽ തൃപ്തികരമായും പുരോഗമനപരമായും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ പ്രയോജനം ലഭിക്കും. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് ഉയർച്ച, സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ തൃപ്തികരമായ വാസസ്ഥാനം, കൂടുതൽ ആഗ്രഹിക്കുന്ന വാഹനം തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനും ഉപരിപഠന കാര്യങ്ങളിൽ നിങ്ങളുടെ ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവസരമുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. വലിയ സാമ്പത്തിക പുരോഗതികൾക്ക് സാധ്യത കാണുന്നുണ്ട്. വസ്തുവാഹനാദികൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും. ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിക്കുന്ന ഗൃഹനിർമ്മാണം തുടങ്ങുകയും വളരെ വേഗം പൂർത്തീകരിച്ച് താമസം തുടങ്ങുകയും ചെയ്യുന്നതിന് അവസരം വന്നു ചേരുന്നതാണ്. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കുമെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ പലതും ഉണ്ടായേക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളും ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുന്നതിന് ദശമഹാവിദ്യകളിൽ ഏറ്റവും പരമപ്രധാന ദേവതയായ രാജമാതംഗി ദേവിയുടെ ആരാധന അനുഷ്ഠാന പദ്ധതികൾ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിക്കും സമയത്തിനും അനുസരിച്ചുള്ള സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക. തിരുവാതിര നാളുകാർക്ക് ഈ വിഷു സംക്രമ ഫലമായിട്ട് വളരെയധികം ഗുണാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ജന്മക്കൂറിലേക്ക് വരുന്ന വ്യാഴം കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം വളരെ ഗുണങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതാണ്. കർമ്മരംഗത്ത് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളും പുരോഗതിയും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങളുണ്ടാകും. കൂടാതെ വിശേഷപ്പെട്ട നല്ല ഗുണങ്ങൾ പലതും നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഉയർന്ന സാമ്പത്തിക പുരോഗതി, നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുക തുടങ്ങിയ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവാതിരക്കാരെ സംബന്ധിച്ച് അധികം വൈകാതെ ആ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും എങ്കിലും ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ പല കാര്യത്തിലും അനുഭവപ്പെടാം. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും നിയന്ത്രണവും ശീലിക്കുന്നത് നന്നായിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. നിങ്ങളുടെ വ്യക്തിപരമായ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ ഗ്രഹനില തയ്യാറാക്കി അതിനനുസരിച്ച് ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ
എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും പുരോഗതിയും ലഭിക്കുന്നതാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പൂർണ്ണമായിട്ടും അത്ര അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കുകയില്ല വരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട്. പ്രവർത്തന രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. എല്ലാം ശ്രദ്ധയോടെ പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യണം. യാത്രാക്ലേശം, അലച്ചിൽ തുടങ്ങിയ അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും പോരായ്മകളോ അശ്രദ്ധ മൂലമുള്ള പിശകുകളോ ഉണ്ടാകാതെ ഇരിക്കാൻ വളരെ കരുതലെടുക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ കുറെ കൂടെ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഉപരിപഠന കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ നൽകുക. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ കർമ്മ മേഖലയെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് കൂടുതൽ സൂക്ഷ്മതയോടെ പരിശ്രമിക്കേണ്ടതാണ്. അന്യദേശത്തെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും ചെലുത്തണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം കർമ്മരംഗത്ത് പലവിധ അപാകതകൾ ഉണ്ടായേക്കാം. അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന സ്ഥിതി വരാം. വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. ശ്രദ്ധയോടെ പരിശ്രമം തുടരുക. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും സംഭാഷണങ്ങളിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ചുള്ള വിശിഷ്ട പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. പൂയം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമായിരിക്കണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സവും കാലതാമസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തങ്ങളുടെ കർമ്മരംഗം ഒരുവിധമെങ്കിലും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വളരെ കാര്യമായിട്ട് ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് കൂടുതൽ കരുതലും ജാഗ്രതയും ശീലിക്കേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ തുടങ്ങിയ പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. 12-ലെ വ്യാഴം നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും കാലത്ത് സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അമിത വ്യയം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവട മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചു മനസ്സിലാക്കി മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാറുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജനനത്തീയതിയും സമയവും അനുസരിച്ച് ശരിയായ സൂക്ഷ്മമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഏറ്റവും യുക്തമായ നല്ല പരിഹാരം ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടുവാൻ ഈ സന്ദർഭത്തിലും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷുസംക്രമ ഫലങ്ങൾ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഫലം സൃഷ്ടിച്ചേക്കാം. തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കത് സാധിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം. എങ്കിലും ശ്രമം തുടരുക. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അശ്രദ്ധ മൂലം പാളിച്ചകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ കരുതൽ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് എത്തണമെന്നില്ല. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സൂക്ഷ്മത പാലിക്കുക. നിങ്ങളുടെ കച്ചവട രംഗത്ത് പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാൻ ഇടയുണ്ട്. സാഹചര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട രീതിയിൽ പരിശ്രമം തുടരുക. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരം നിങ്ങൾക്ക് ഇതേ സമയം ഉണ്ടാകുന്നതാണ്. ശ്രദ്ധാപൂർവം പരിശ്രമിക്കുക, അത് സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം അപ്രതീക്ഷിതമായ ചില ശാരീരിക വിഷമതകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ വിഷുസംക്രമ കാലഘട്ടത്തിൽ വരാൻ പോകുന്നത്. ആ വഴിത്തിരിവ് കൊണ്ടുണ്ടാകുന്ന പരിണാമങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വളരെ വലുതായിരിക്കും. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ സമ്പൂർണമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഉചിതമായ നല്ല പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും. തന്ത്രശാസ്ത്രത്തിലെ അതിവിശിഷ്ടമൂർത്തിയായ താന്ത്രിക ലക്ഷ്മി അഥവാ ശ്രീ വാരാഹി ദേവിയുടെ അനുഷ്ഠാന പൂജകളും മറ്റും ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമ ഫലങ്ങൾ വളരെയധികം ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. 11ാം ഭാവത്തിലേക്ക് വരാൻ പോകുന്ന വ്യാഴം നിങ്ങൾക്ക് സർവാഭീഷ്ട സിദ്ധി നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് അധികം വൈകാതെ സാധിക്കുന്നതാണ്. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല നിലവാരമുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ IT അതുപോലെ ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം പ്രയോജനം വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റം, സാമ്പത്തിക വർധനവ്, കൂടുതൽ സൗകര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കുക, ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ വാസസ്ഥാനം വന്നു ചേരുക, പുതിയ വാഹനം തുടങ്ങിയ ഒട്ടേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് അവിചാരിതമായി പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ അഭിവൃദ്ധിയും സന്തോഷാനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം വന്നു ചേരുന്നതാണ്. പുതിയ വസ്തു വാങ്ങുവാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ അപ്രതീക്ഷിതമായ അവിചാരിതമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. എല്ലാ സാഹചര്യങ്ങളും ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോയാൽ സകലവിധ നേട്ടങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ
ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ സമ്പൂർണമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും ഉചിതവും ഉത്തമവുമായ അനുഷ്ഠാന പൂജകൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും വരാനിരിക്കുന്ന കാലത്ത് നേടിയെടുക്കാൻ കഴിയും. പൂരം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ പൊതുവെ വളരെ ഗുണകരമായിരിക്കും. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. വിദേശയാത്രയ്ക്കും വിദേശ തൊഴിലിനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സന്ദർഭവും ഉണ്ടാകുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കർമ്മരംഗത്ത് ഉയർച്ച, സ്ഥാനക്കയറ്റം, സാമ്പത്തികമായി വരുമാന വർധനവ്, നേട്ടങ്ങൾ, ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ വാസസ്ഥാനം, വാഹനം തുടങ്ങി ഒട്ടേറെ ഗുണാനുഭവങ്ങളും കൂടുതൽ സൗകര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ പ്രവർത്തന രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിന് അവസരമുണ്ടാകുന്നതാണ്. നൂതന സംരംഭങ്ങളിൽ ഇടപെട്ട് മുമ്പോട്ട് പോകുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പുരോഗതി ലഭിക്കും. നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വലിയ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ശരിയായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി എല്ലാം ചെയ്യണം. നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ സമ്പൂർണമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും നല്ല പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഉത്തരം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വരുന്ന വിഷു സംക്രമ ഫലത്തിലൂടെ വന്നു ചേരുക. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാം. ആരോഗ്യ സംബന്ധമായ പല ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ തൊഴിൽ മേഖലയെ ബാധിക്കാൻ ഇടയുണ്ട്. സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. അവര് തങ്ങളുടെ കർമ്മ മേഖലയിൽ പോരായ്മകളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി നന്നായി ശ്രമിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും പരിശ്രമവും ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് വരില്ല. കച്ചവടക്കാർക്ക് അവിചാരിത നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായ ഞെരുക്കവും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് അതിനെ തരണം ചെയ്യേണ്ടതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കണം. അപ്രതീക്ഷിതമായ പല പ്രയാസങ്ങൾക്കും ഇടയുണ്ട്. മനക്ലേശകരമായ ചില സാഹചര്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടായേക്കാം. സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ നടപ്പിലാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള ശരിയായ കൃത്യമായ ഗ്രഹനില കണക്കാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഉത്തമമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല പുരോഗതി നേടുവാൻ ഉറപ്പായിട്ടും സാധിക്കും. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രങ്ങളായിരിക്കും.
എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകണം. നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചാൽ ഒരല്പം കാലതാമസമൊക്കെ ചിലപ്പം ഉണ്ടായേക്കാം. ശ്രമം തുടരുക. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ IT അതുപോലെ ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും അവനവൻ്റെ കർമ്മരംഗത്ത് കൊടുക്കണം. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ പോരായ്മകളും പാളിച്ചകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ജോലിയെ തന്നെ വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും എല്ലാ കാര്യങ്ങളും ചെയ്യുക. കസ്റ്റമർമാരുമായി ഊഷ്മളമായ നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക. ബിസിനസ് മേഖലയെ വിപുലീകരിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബപരമായ കാര്യങ്ങളിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകും. പുതിയ വസ്തു വാഹനാദികളൊക്കെ വാങ്ങുവാൻ അവസരം ലഭിക്കും. നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും ഉചിതമായ ഉത്തമ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയം നേടുവാൻ ഉറപ്പായിട്ടും സാധിക്കും. ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ ചിത്തിര നാളുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകും. നിങ്ങളുടെ ദീർഘകാലമായുള്ള മോഹങ്ങൾ പൂവണിയാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. IT, ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഉയർച്ച, സ്ഥാനക്കയറ്റം, പുരോഗതി, സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഇവ ഉണ്ടാകാം. നിങ്ങൾക്കവിടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന സ്ഥിതി വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുതിയ വാസസ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പുതിയ വാഹനം വാങ്ങാനുള്ള അവസരമുണ്ടാകും. നഗരമധ്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫ്ലാറ്റ് നേടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്ന് വരും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു നല്ല സന്ദർഭമാണ് വരുന്നത്. ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങൾ പലതും സാധിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെയധികം സന്തോഷവും അഭിമാനവും അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ച് സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും വിശിഷ്ടമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിക്കുന്നത് പോലെ സർവ്വ ഐശ്വര്യ സമൃദ്ധി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കിയാൽ തൊഴിൽ രംഗത്ത് ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും.
വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കർമ്മ മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരുന്നതിലൂടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും. അതുകൊണ്ട് വളരെയധികം പുരോഗതിയാണ് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരമുണ്ടാകും. വിദേശ വിദ്യാഭ്യാസത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും നേട്ടങ്ങളുണ്ടാകും. തടസ്സങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാവുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും കലാരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നിർണായകമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും വിശിഷ്ടമായ പ്രതിവിധികൾ കണ്ടെത്തി അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ കൈവരിക്കാവുന്ന സന്ദർഭമാണ് വരാൻ പോകുന്നത്. വിശാഖം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമ ഫലങ്ങൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കാം. നിങ്ങളുടെ കർമ്മരംഗത്ത് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി കൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. എന്ത് കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം കാലതാമസവും തടസ്സവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. യാത്രാക്ലേശം, അലച്ചിൽ തുടങ്ങി പലവിധ അസ്വസ്ഥതകളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം അനുഭവപ്പെടാം. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചാലും ഈ കാലതാമസം ഉണ്ടായേക്കാം. ശ്രദ്ധാപൂർവം ശ്രമം തുടരുക. അന്യദേശങ്ങളിൽ IT ആയാലും ബിസിനസ് രംഗമായാലും പലവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ സാഹചര്യം കാരണമായെന്ന് വരും. കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി പ്രയത്നം തുടരുക. സംഭാഷണങ്ങളിൽ വളരെ ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നത് നിത്യമാക്കുക. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഇരിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിൻ്റെ പിരിമുറുക്കം ലഘൂകരിക്കുന്നതിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രത്യേകമായ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമ ഫലങ്ങൾ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്.
നിങ്ങൾക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് അധികം വൈകാതെ സാധിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്കോ വിദേശ തൊഴിലിനോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും നേടിയെടുക്കാൻ അവസരം ഉണ്ടാകുന്നതാണ്. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. അത് നല്ല വിജയത്തിലേക്ക് എത്തിക്കുന്നതിനും അതുകൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭം വന്നു ചേരും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠന പുരോഗതി നേടിയെടുക്കുന്നതിനും ഉപരിപഠന കാര്യങ്ങളിൽ ലക്ഷ്യം കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭം ഉണ്ടാകും. കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ വലിയ വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. നിങ്ങളുടെ കസ്റ്റമർമാരുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിലൂടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളിലും ഇടപെടേണ്ടതാണ്. നിങ്ങളുടെ കർമ്മ മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകുന്നതിന് നല്ല പരിശ്രമം തന്നെ ആവശ്യമായിട്ട് വരുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. എങ്കിലും സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുക. വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അധികം വൈകാതെ തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദൃഢനിശ്ചയത്തോടുകൂടി പരിശ്രമിച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതിയും സമയവും അനുസരിച്ച് കൃത്യമായ ഗ്രഹനില തയ്യാർ ചെയ്ത് ഏറ്റവും ഉചിതമായ പ്രതിവിധി കണ്ടെത്തി ചെയ്യുന്നതായാൽ ഇനിയും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കാൻ തീർച്ചയായിട്ടും അവസരമുണ്ടാകുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു സംക്രമം വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദേശ യാത്രയ്ക്കോ വിദേശ തൊഴിലിനോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും വൈകാതെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ഒരു പോരായ്മ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. IT മേഖലയിലോ ബിസിനസ് മേഖലയിലോ ഒക്കെ അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കർമ്മരംഗത്ത് ഉയർച്ച, പുരോഗതി, സ്ഥാനക്കയറ്റം ഇതൊക്കെ ലഭ്യമായേക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായ പുരോഗതി നേടിയെടുക്കാൻ കഴിയും. വരുമാന വർധനവ് ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകാൻ സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന വാസസ്ഥലം ലഭിക്കാനിടയുണ്ട്. പുതിയ വാഹനം നേടിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഒട്ടേറെ മാറ്റങ്ങൾ കർമ്മരംഗത്തുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പഠന പുരോഗതി കൈവരിക്കാൻ ഈ സന്ദർഭത്തിൽ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം നേടിയെടുക്കുന്നതിനുള്ള അവസരവും വന്നു ചേരും. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. കച്ചവട മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയും. കച്ചവടങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ബിസിനസ് മേഖലയെ തികച്ചും പുതുമയുള്ള ഒന്നിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുവരാനുള്ള അവസരവും ഉണ്ടാകും. വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ ഉയർച്ചയും നേടിയെടുക്കാൻ ഇനിയും അവസരമുണ്ടാകുന്നതാണ്. മൂലം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമത്തിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം.
ഏഴാം ഭാവത്തിലേക്ക് വരാനിരിക്കുന്ന വ്യാഴം വളരെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും. ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഉയർച്ചയും നേടിയെടുക്കുവാൻ സാധിക്കും. പുതിയ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതാണ്. പുതിയ വസ്തുവാഹനാദികൾ നേടിയെടുക്കുവാനായിട്ട് സന്ദർഭമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരം കാണുന്നുണ്ട്. IT, ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഒട്ടേറെ അനുഭവ ഗുണങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കവിടെ സ്ഥാനക്കയറ്റം, ഉയർച്ച ഇതൊക്കെ ലഭിക്കാനിടയുണ്ട്. കൂടുതൽ വരുമാന വർധനവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥലം നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും. നഗര മേഖലയിൽ പുതിയതായിട്ട് ഫ്ലാറ്റ് വാങ്ങുവാനുള്ള അവസരം നിങ്ങളിൽ പലർക്കും ഉണ്ടാകും. പുതിയ വാഹനം നേടിയെടുക്കുവാനുള്ള അവസരവും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിലും അഭിവൃദ്ധിയിലും വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബപരമായി വെച്ചാരാധനകളുള്ളവർ അതിൻ്റെ അവസ്ഥകളെ സൂക്ഷ്മമായി ചിന്തിച്ച് ശരിയായി വിലയിരുത്തി വേണ്ടത് ചെയ്യുക. വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ, ആഗ്രഹിക്കുന്ന ഉയർച്ച, പുരോഗതി, ജീവിതത്തിൽ അടിമുടി ഉത്തമമായ മാറ്റങ്ങൾ ഇതെല്ലാം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. പൂരാടം നാളുകാരെ സംബന്ധിച്ച് ഈ വിഷു സംക്രമത്തിലൂടെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല നിലവാരമുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വിദേശ തൊഴിലിന് ലഭിക്കുന്നവർക്ക് അത് വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് നല്ല ജോലിയിൽ എത്തിപ്പെടാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിവിധ മേഖലകളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റം, വരുമാന വർധനവ്, ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല വാസസ്ഥലം, പുതിയ വാഹനം തുടങ്ങി ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിവാഹ ആലോചനകളിൽ ഉടൻ തന്നെ തീരുമാനമാകുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉത്തമമായ പ്രതിവിധി കണ്ടെത്തി അത് അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ വിജയവും ഇനിയും നേടിയെടുക്കാൻ കഴിയും. ഉത്തരാടം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ സ്ഥിതിയാണ് വിഷു സംക്രമ ഫലമായിട്ട് കാണുന്നത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും വരാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവനവൻ്റെ കർമ്മമേഖല ഒരുവിധമെങ്കിലും ഭംഗിയായി തുടർന്നു കൊണ്ടുപോകുവാൻ വളരെ പരിശ്രമിക്കേണ്ടതായിട്ടാണ് കാണുന്നത്. പഠിക്കുന്ന കുട്ടികൾ
തങ്ങളുടെ പഠന നിലവാരം കുറെയെങ്കിലും തൃപ്തികരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ജാഗ്രതയും ശ്രദ്ധയും നൽകുക. ഉപരിപഠന രംഗത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്, വളരെ ശ്രദ്ധിക്കുക. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിൽ രംഗത്ത് പോരായ്മകളും പാളിച്ചകളും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാവുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിക്കേണ്ടതാണ്. തിരുവോണം നാളുകാർക്ക് പൊതുവെ ഈ വിഷു സംക്രമ ഫലം ഗുണദോഷ സമ്മിശ്രമാണ്. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഉണ്ടാകും. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാം. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും താമസം അനുഭവപ്പെടാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധയും ജാഗ്രതയും വേണം. ഇല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ഉപരിപഠന കാര്യങ്ങളെയൊക്കെ അത് പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുപോലെ കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾക്കിടയുണ്ട്. ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ചെയ്യുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുക. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ഓരോ തീരുമാനവും കൈക്കൊള്ളുമ്പോൾ ശരിയായി ചിന്തിച്ച് ചെയ്യുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ സാഹചര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കണം. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം, എങ്കിലും ശ്രമം തുടരുക. ഗൃഹനിർമ്മാണം നടത്തുന്നവർ അമിത വ്യയം ഉണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കണം. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നിർണായകമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള വഴിത്തിരിവുകൾ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി ചെയ്യുക. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷു സംക്രമ ഫലം ഗുണദോഷ സമ്മിശ്രം ആയിരിക്കും. കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഇത്തരം സ്വന്തം തൊഴിൽ മേഖലയെ സാമാന്യമെങ്കിലും ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ വളരെ പരിശ്രമം ആവശ്യമുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് നന്നായി ആലോചിച്ചിട്ട് വേണം. നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ ശ്രമിക്കുന്നവരും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പഠിച്ചിട്ട് ചെയ്യുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. സാമൂഹിക പ്രവർത്തനം, കലാരംഗത്തുള്ള പ്രവർത്തനം, ഈ മേഖലയിലൊക്കെ ഉള്ളവർ നന്നായി ആലോചിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിലെ വളരെ സുപ്രധാനമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സമ്പൂർണമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള വിജയവും തീർച്ചയായിട്ടും ഇനിയും നേടാൻ കഴിയും. ചതയം നാളുകാരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ വിഷു സംക്രമ ഫലം നല്ല പ്രയോജനം
ഉടനെ ചെയ്യണമെന്നില്ല. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായേക്കാം. കരുതലോടുകൂടി കർമ്മരംഗത്ത് തുടരുക. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം വരാം. ശ്രമം തുടരാവുന്നതാണ്. വിദേശ യാത്രയ്ക്കും തൊഴിലിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ആ കാര്യത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അബദ്ധങ്ങളുണ്ടാകാതെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ധനനഷ്ടങ്ങളും വരാനിടയുണ്ട്. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ അവിടെ അനുഭവപ്പെടാം. പ്രത്യേകിച്ച് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ ബുദ്ധിമുട്ടുകളും പോരായ്മകളുമൊക്കെ വരാം. അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കും. കുടുംബത്തിൽ ചില കാര്യങ്ങളിലൊക്കെ അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. സംഭാഷണത്തിൽ കരുതലും മിതത്വവും നന്നായിട്ട് ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കുക. മനസ്സിൻ്റെ പിരിമുറുക്കം അകറ്റുന്നതിന് ധ്യാനം, യോഗ തുടങ്ങിയവ ശീലിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സമ്പൂർണമായ ഗ്രഹനില പരിശോധിച്ച് ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടുവാൻ കഴിയും. പൂരുരുട്ടാതി നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യത്തിലും വരാം. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലൊക്കെ ചെറിയ കാലതാമസമോ തടസ്സമോ ഒക്കെ ഉണ്ടായേക്കാം. നിങ്ങളുടെ കർമ്മരംഗത്ത് ഗുണകരമല്ലാത്ത മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം അനുഭവപ്പെടാം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകണം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ജോലിയിൽ പോരായ്മകളും പാളിച്ചകളും ഉണ്ടാകാം. അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കാവുന്നതാണ്. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട്. വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ പഠന പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഉപരിപഠന രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും. സാമ്പത്തിക പുരോഗതിയും ഉയർച്ചയും കൈവരിക്കാൻ സാധിക്കും. വിവാഹ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ ഉടനെ തീരുമാനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കും. പുതിയ വസ്തുവാഹനാദികൾ നേടിയെടുക്കുന്നതിനും അവസരമുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ആഗ്രഹിക്കുന്നത് പോലെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഈ വിഷു സംക്രമത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി സുപ്രധാനമായ പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളിലും നല്ല വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷു സംക്രമത്തിലൂടെ ഒട്ടേറെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു ചേരും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. എന്നാൽ ജന്മശനിയിലേക്കുള്ള പരിവർത്തനം ആരോഗ്യ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ പല വിഷമങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും. ആഗ്രഹിക്കുന്ന നല്ല ജോലി കൈവരിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദേശ തൊഴിലിനും വിദേശ യാത്രയ്ക്കും ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും.
നിങ്ങളിൽ പലർക്കും പുതിയ മേഖലയിൽ പ്രവർത്തിച്ച് വിജയം നേടുവാൻ സാഹചര്യം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും ഉണ്ടാവണം. ഇല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന നിലവാരം ലഭിക്കുകയില്ല. കുടുംബത്തിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുക. ആവശ്യമുള്ള കാര്യങ്ങളിലല്ലാതെ ഇടപെടരുത്. മനസ്സിൻ്റെ പിരിമുറുക്കവും അസ്വസ്ഥതകളും ഒഴിവാക്കുന്നതിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശീലിക്കുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് സൂക്ഷ്മത പാലിക്കുക. പ്രതികൂലമായി ആരോഗ്യത്തെ ബാധിക്കുന്ന ശീലങ്ങൾ പരമാവധി ഒഴിവാക്കുക. യാത്രാക്ലേശം, അലച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട്. നാഡീമർമ്മ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായേക്കാം. എന്തെങ്കിലും വിഷമാവസ്ഥകളുണ്ടെങ്കിൽ ഉചിതമായ ചികിത്സാവിധികൾ ഉടനെ തേടേണ്ടതാണ്. നിങ്ങളുടെ സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അത് ചെയ്ത് മുമ്പോട്ട് നീങ്ങുന്നത് വളരെ ഗുണം ചെയ്യും. രേവതി നാളുകാർക്ക് ഈ വിഷു സംക്രമ ഫലം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കൊണ്ടുവരുന്നതാണ്. കർമ്മരംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന രീതിയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ IT, ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ പ്രയോജനം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ഉയർച്ച, സ്ഥാനക്കയറ്റം, കൂടുതൽ സാമ്പത്തിക വരുമാനം ലഭിക്കുക, നിങ്ങൾക്ക് ഒട്ടേറെ പുതിയ സൗകര്യങ്ങൾ ലഭിക്കുക, ആഗ്രഹിക്കുന്ന വാസസ്ഥാനം, പുതിയ വാഹനം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ പലതും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകം വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കർമ്മരംഗം ഒരുവിധം ഭംഗിയായിട്ടെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ജാഗ്രതാപൂർവമുള്ള പരിശ്രമം ആവശ്യമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുക. സംഭാഷണത്തിൽ മിതത്വവും ശാന്തതയും ശീലിക്കുക. ആവശ്യമുള്ള കാര്യങ്ങളിലല്ലാതെ മറ്റൊന്നിലും ഇടപെടാതിരിക്കുക. എല്ലാവരോടും വളരെ കരുതലോടെയും സ്നേഹത്തോടെയും ഇടപെടുക തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാഹചര്യമൊരുങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഈ വിഷു സംക്രമത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി മുമ്പോട്ട് പോവുക. നന്ദി, നമസ്കാരം.